വെൽക്കം ടു പാക്യൂബ്സ് 2024 മാർച്ച് മന്തിലെ എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 100+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 109 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് ദിക്ഷ പ്ലാറ്റ്ഫോമിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു: Diksha platform provides e-content for schools and universities via an online portal and a mobile application എന്ന് പറയുന്നു. ദിക്ഷ പ്ലാറ്റ്ഫോം സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ടീച്ചേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ളതല്ല. ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ്. ദിക്ഷ അലൗസ് ടീച്ചേഴ്സ് ടു വ്യൂ ദെയർ ടീച്ചിങ് ഹിസ്റ്ററി അക്രോസ് ദെയർ കരിയേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. Diksha platform offers teachers, students and parents engaging learning material relevant to the prescribed school curriculum. Diksha portal can help teachers with their careers in several ways. ഈ several ways ൻ്റെ ഡീറ്റെയിൽ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2 നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. National Payment Corporation of India is an umbrella organization for operating retail payments and settlement system in India. കറക്റ്റ് ആണ്. അതേപോലെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ RBIയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവാണ്. ഇവർ RBIയുടെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നു റുപ്പേ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ are initiatives of National Payment Corporation of India. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ RBIയുടെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ഇനിഷ്യേറ്റീവ് ആണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രോഡക്ട്സ് ആണ് റുപ്പേ കാർഡ്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഫിനാൻഷ്യൽ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ, ബാങ്കിൻ്റെ ഫിസിക്കൽ ട്രാൻസാക്ഷൻ, ഇലക്ട്രോണിക്സ് ട്രാൻസാക്ഷൻ സുഗമമായി നടത്തുന്നതിനും അതേപോലെ അടിസ്ഥാന സൗകര്യം ബാങ്കുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ആണ് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. ATMs എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ആണ്. അതേപോലെ UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ഇതിൻ്റെ കീഴിലാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം എല്ലാം വരുന്നത്. UPI ഇനേബിൾ ചെയ്ത ബാങ്ക് അക്കൗണ്ട്സും ഇനേബിൾ ചെയ്ത ആപ്സുമാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. അതേപോലെ ഭാരത് ബിൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റാണ് ഭാരത് ബിൽ ആപ്പ് വഴി നമ്മൾ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബിൽ, ഗ്യാസ് ബിൽ, ലാൻഡ് ബിൽ, ബ്രോഡ്ബാൻഡ് ബിൽ, മൊബൈൽ ബിൽ, വാട്ടർ ബിൽ എല്ലാം തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രോഡക്റ്റാണ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. അതേപോലെ നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ്, മറ്റൊന്ന് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്, എല്ലാം തന്നെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രോഡക്റ്റാണ്. മറ്റൊരു പ്രോഡക്റ്റാണ് നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ. നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ഭാഗമാണ് ഫാസ്ടാഗ്. അതായത് ടോളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വാഹനം നിർത്തി പൈസ കൊടുക്കുന്നതിന് പകരം നമ്മൾ വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ പേയ്മെൻറ്റ് നടത്തുന്ന സംവിധാനമാണ് ഫാസ്ടാഗ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 കിരിത് പരിക് പാനൽ റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഇസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഓപ്ഷൻ ഡി ആണ് നാച്ചുറൽ ഗ്യാസ് പ്രൈസിംഗ് ഫോർമുല. കിരിത് പരിക് പാനൽ നാച്ചുറൽ ഗ്യാസ് പ്രൈസിംഗ് ഫോർമുലയായിട്ട് റിലേറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന. ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഈ സ്കീം സെൻട്രൽ സെക്ടർ സ്കീമാണ് which aims to provide free electricity to 1 crore households in India. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ കറക്റ്റ് ആൻസർ. പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന
സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗീവ് ഫ്രീ electricity to the all households in the India. At question number 5, consider the following statements regarding the agricultural innovation mission for climate. Question number 5 correct answer option B ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടഡ് ബൈ ഇന്ത്യ ആൻഡ് UAE എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടഡ് ബൈ USA ആൻഡ് UAE ആണ് ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ ഹങ്കർ. So first statement incorrect ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് വാസ് ലോഞ്ച് അറ്റ് 26th യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP26ലാണ് അഗ്രികൾച്ചർ ഇന്നോവേഷൻ മിഷൻ ഫോർ ക്ലൈമറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 5 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 നിയോ ബാങ്ക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും തന്നിരിക്കുന്നത് കറക്റ്റ് ആണ്. Neobanks, they are the fintech firms with only digital presence. Neobanks എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൺലൈൻ ബാങ്കാണ്, ഡിജിറ്റൽ ബാങ്കാണ്. അതായത് ഡിജിറ്റൽ ബാങ്ക് ആകുമ്പോൾ എന്താണ്, അതിന് ഫിസിക്കൽ ബ്രാഞ്ച് ഇല്ല. അതേപോലെ ഇത് ഫിൻടെക് ഫേംസ് ആണ്. സ്പെഷ്യൽ പർട്ടിക്കുലർ കാറ്റഗറി കസ്റ്റമേഴ്സിന് മാത്രമായിട്ടുള്ളതാണ് നിയോ ബാങ്ക്സ്. അതായത് ഇപ്പം ഹൈടെക് സേവി കസ്റ്റമേഴ്സ്, ഹൈ എൻഡ് കസ്റ്റമേഴ്സ്, അല്ലാതെ റൂറൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. ഹൈടെക് സേവ് കസ്റ്റമേഴ്സ്, ഹൈ എൻഡ് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ബാങ്കാണ്, ഒരു ഡിജിറ്റൽ ബാങ്കാണ് നിയോ ബാങ്ക്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം FI മണി, ജൂപ്പിറ്റർ, റൈസർ പേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദേ ഡു നോട്ട് ഹാവ് എ ബാങ്ക് ലൈസൻസ് ഓഫ് ദെയർ ഓൺ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നിയോ ബാങ്ക്സിന് ബാങ്ക് ലൈസൻസ് ഇല്ല. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദേ ഓഫർ ഡെബിറ്റ് കാർഡ്സ്. നിയോ ബാങ്ക്സ് ഡെബിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നിയോ ബാങ്ക്സ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ബാങ്കാണ്. അതിൻ്റെ അർത്ഥം അതിനൊരു ഫിസിക്കൽ ബ്രാഞ്ച് ഇല്ല. ഇതൊരു ടെക് സേവി കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ റൂറൽ ഏരിയസിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി ഉള്ളതല്ല. ഇതൊരു എൻ്റയർലി ഓൺലൈനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് വൈഫൈ മണി, ജൂപ്പിറ്റർ, റൈസർ പേ എല്ലാം തന്നെയാണ്. സോ ഇതൊരു പർട്ടിക്കുലർ കസ്റ്റമേഴ്സിന് മാത്രമായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 സോളാർ ടിപ്പിംഗ് പോയിന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വെച്ച് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് സോളാർ ടിപ്പിംഗ് പോയിന്റ്? അതായത് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2015 സോളാർ എനർജി ബിക്കംസ് ദ പ്രൈമറി എനർജി സോഴ്സ്. അതായത് സൺ എനർജിയെക്കാട്ടിലും ഫോസിൽ ഫ്യൂവലിനെക്കാട്ടിലും ന്യൂക്ലിയർ എനർജിയെക്കാട്ടിലും സോളാർ എനർജി ബിക്കംസ് ദ പ്രൈമറി സോഴ്സ് ആവും എന്നതിനാണ് ഈ സോളാർ ടിപ്പിംഗ് പോയിന്റ് സ്റ്റഡീസ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 മോണിറ്ററി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൽ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് മോണിറ്ററി ബേസിൽ വരുന്നില്ല. എന്നാൽ കറൻസി സർക്കുലേഷൻ, നമ്മുടെ കയ്യിരിക്കുന്ന കറൻസി, ജനങ്ങളുടെ കയ്യിരിക്കുന്ന കറൻസി സർക്കുലേഷനും അതേപോലെ ബാങ്ക് റിസർവ്, ഇതിനാണ് മോണിറ്ററി ബേസ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എല്ലാം തന്നെ റിസർവ് മണി എല്ലാം തന്നെ മോണിറ്ററി ബേസിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡ്, ഈ അവാർഡ് നൽകുന്നത് ഓരോ കസ്റ്റമർ എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഫ്രം ദ ഡിപ്പാർച്ചർ ആൻഡ് സർവൈവൽ സർവീസ് ബേസ് ചെയ്താണ് എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡ് നൽകുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസും അവരുടെ ഡേറ്റ ബേസ് ചെയ്താണ് ഈ അവാർഡ് നൽകുന്നത്. ദിസ് അവാർഡ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ആണ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ആണ് എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡ് നൽകുന്നത്. 2023 എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനും മറ്റ് തന്നിരിക്കുന്ന എയർപോർട്ടിനെല്ലാം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ, ഈ കൗൺസിലാണ് എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 ഫാക്ടറി ഫാമിങ്ങിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണ് ഫാക്ടറി ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റി ദാറ്റ് റൈസസ് ലാർജ് നമ്പർ ഓഫ് ഫാം അനിമൽസ് ഇൻ ഇന്റൻസീവ് കൺഫൈൻമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫാക്ടറി ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് റൈസിങ് അനിമൽസ് ഫോർ ഫുഡ് സച്ച് ആസ് മീറ്റ്, എഗ്സ് ആൻഡ് ഡയറി. അതായത് മീറ്റിന് വേണ്ടിയിട്ടും എഗ്സിന് വേണ്ടിയിട്ടും ഡയറി പ്രോഡക്ട്സിന് വേണ്ടിയിട്ടും അനിമൽസിനെ റേസ് ചെയ്യുന്നതിനെയാണ് ഫാക്ടറി ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 ബിറ്റ്കോയിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. Bitcoin is a virtual currency designed to act as a money and a form of payment outside the control of any one person or group or entity, thus removing the need of third-party involvement in financial transactions. ബിറ്റ്കോയിൻ ഒരു വിർച്വൽ കറൻസിയാണ്. ഇത് സെൻട്രൽ ബാങ്കിന്റെ കീഴിലൊന്നും വരുന്നതല്ല. സോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ദ വൺ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓർ എൻറ്റിറ്റി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ബിറ്റ്കോയിൻ ഇസ് ബിൽഡ് വിത്ത് എ distributed digital record called blockchain, where the information are stored on centralized server. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. എന്താണ് ബിറ്റ്കോയിൻ? ബിറ്റ്കോയിൻ ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ആദ്യമായിട്ട് പിയർ ടു പിയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ഒരു ഡിജിറ്റൽ കറൻസി. ആദ്യമായിട്ട് പിയർ ടു പിയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ്കോയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 12 ബിറ്റ്കോയിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ പറയുന്നു: ക്രിപ്റ്റോ കറൻസീസ് ഇൻ ഇന്ത്യ ഫാൾ അണ്ടർ ദ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് കാറ്റഗറി ആർ നോട്ട് സബ്ജക്ട് ടു ടാക്സേഷൻ. ക്രിപ്റ്റോ കറൻസി ആർ സബ്ജക്ട് ടു ടാക്സേഷൻ ആണ്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. Cryptocurrencies in India fall under the virtual digital assets category are subject to taxation. So, second statement incorrect ആണ്. They are taxation കീഴിൽ വരുന്നതാണ് cryptocurrency എല്ലാം തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 ശ്രേഷ്ഠ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ഇൻ പ്രൈവറ്റ് സ്കൂൾസ് അക്രോസ് ദ കൺട്രി. സൃഷ്ട സ്കീം ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓൾ മെറിറ്റോറിയസ് സ്റ്റുഡൻസ് എന്ന് പറയില്ല, പർട്ടിക്കുലർ ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള അവരെ സെലക്ട് ചെയ്ത് അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന സ്കീമാണ് ശ്രേഷ്ഠ സ്കീം. ഇത് സെലക്ട് ചെയ്യുന്നത് നാഷണൽ എൻട്രൻസ് ടെസ്റ്റിംഗ് കണ്ടക്ടഡ് ബൈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു സെലക്ട് ചെയ്യുന്നത്. SC കാറ്റഗറി സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷനും ഫ്രീ എഡ്യൂക്കേഷൻ നൽകുന്ന സ്കീമാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്റ്റുഡൻസും എന്ന് പറഞ്ഞു എല്ലാ സ്റ്റുഡൻസിനും അല്ല, SC കമ്മ്യൂണിറ്റി വരുന്ന സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള സ്കീമാണ് സൃഷ്ട സ്കീം. സൃഷ്ട സ്കീം to offer excellent education opportunity to deserving SC students in grades 9 and 11 through residential programs. Ministry of Social Justice and Empowerment കീഴിലാണ് ഈ സ്കീം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14 ഹോൾമാർക്കിംഗ് സ്കീം ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 14 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന് കീഴിലാണ് വരുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഹോൾമാർക്കിംഗ് സ്കീം ഈസ് എ സർട്ടിഫിക്കേഷൻ സിസ്റ്റം ദാറ്റ് വെരിഫൈ ദ പ്യൂരിറ്റി ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറി സോൾഡ് ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ഡിസ്റ്റൻസ് ടാക്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ ഈ ഒരു ഇതിൻ്റെ കൂടെയുള്ള ഓപ്ഷൻ മാത്രമാണ് നോക്കിയാൽ മതി. ഇത് ഈ ഓപ്ഷൻ ഇല്ല. ഡിസ്റ്റൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ ടാക്സ് ലിവീഡ് ഓൺ മോട്ടോറിസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ റോഡ് യൂസേജ് ആൻഡ് മൈലേജ്. സ്റ്റേറ്റ്മെന്റ് എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ഡിസ്റ്റൻസ് ടാക്സ്? ഡിസ്റ്റൻസ് ടാക്സിനെയാണ് മൈലേജ് ടാക്സ് എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് മൈലേജ് ബേസ്ഡ് യൂസർ ഫീസ് ഓൺ റോഡ് യൂസർ ചാർജസ് ഈസ് എ ടാക്സേഷൻ മെത്തേഡ് ബേസ്ഡ് ഓൺ മോട്ടോറിസ്റ്റ് റോഡ് യൂസേജ് ആൻഡ് മൈലേജ്. മറ്റ് ഡിസ്റ്റൻസ് ടാക്സിനെ പറ്റി ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കാം. മാനേജിങ് മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16 പ്രസാർ ഭാരതി ഷെയർ ഓഡിയോ വിഷ്വൽ ഫോർ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിസമിനേഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ
16ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, it is a news sharing service for Prasar Bharati which will provide news stories in all major Indian languages across 50 categories. First statement correct ആണ്. Second statement ഇങ്ങനെ പറയുന്നു, the platform has been designated to provide daily news feeds in video, audio, text, photo and other formats. Second statement correct ആണ്. Third statement പറയുന്നു, Prasar Bharati statutory autonomous body comprises Doordarshan Television Broadcasting and Akashvani. Third statement correct ആണ്. Prasar Bharati shared audio visuals for broadcast and dissemination initiative Ministry of Information and Broadcasting കീഴിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 പാരീസ് ക്ലബിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17 ക്വസ്റ്റ്യൻ നമ്പർ 17ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, they are currently 22 permanent members in Paris Club including India. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇന്ത്യ ഇതിന്റെ ഭാഗമല്ല. എന്താണ് പാരീസ് ക്ലബ്ബ്? പാരീസ് ക്ലബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് നേഷൻസ്, 22 ക്രെഡിറ്റേഴ്സ് നേഷൻസ് ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യം കടത്തിൽ വരികയാണെങ്കിൽ ഡെപ്റ്റർ നേഷൻ ആകുമ്പോൾ ആ നേഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 22 പെർമനന്റ് മെമ്പേഴ്സിനെയാണ്, ഇൻഫോർമൽ ഗ്രൂപ്പിനെയാണ്, ഈ ക്രെഡിറ്റേഴ്സ് നേഷനെയാണ് പാരീസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. The Paris Club is an informal group of creditors nations whose objective is to find workable solutions to payment problems faced by debtor nations. ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക എക്കണോമിക്കലി ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്ന സമയത്ത് ശ്രീലങ്കയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പാരീസ് ക്ലബ് ഗ്രൂപ്പ് മെമ്പേഴ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ സ്ക്രീനിൽ കാണാം ഏതൊക്കെ നേഷൻസ് ആണ് ഉള്ളത്. ഇന്ത്യ ഇതിൻ്റെ ഭാഗമല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18 റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി 2022 UPSC പ്രിലിംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആർ റിലേറ്റഡ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ലെൻഡിംഗ് ബൈ IMF. റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്താണെന്നൊരു നോട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത 2020 മറ്റൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ് ഗോൾഡ് ട്രെഞ്ചി ഓർ റിസർവ് ട്രെഞ്ചി ബേസ് ചെയ്തിട്ടുള്ള. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ ക്രെഡിറ്റ് സിസ്റ്റം ഗ്രാൻഡഡ് ബൈ IMF ടു ഈസ് മെമ്പേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 19ന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20 ക്വസ്റ്റ്യൻ നമ്പർ 20 ട്രേഡ് മാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ട്രേഡ് മാർക്ക് എല്ലാം ഡീൽ ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണ്, കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ല, മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണ്. നമ്മൾ ഇതിനെ ട്രേഡ് മാർക്കിനെ ബേസ് ചെയ്ത് നേരത്തെ കഴിഞ്ഞ ഫെബ്രുവരി മന്തിലോ ജനുവരി മന്തിലോ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ട്രേഡ് മാർക്സ് ഇൻ ഇന്ത്യ. ഇവിടെ ഒരു പിക്ചർ കാണാം നമുക്ക്. ഈ ഓട്ടോമൊബൈൽസിൻ്റെ ലോഗോയാണ്. ഇതെല്ലാം ട്രേഡ് മാർക്സ് ആണ്. ഇതെല്ലാം തന്നെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ട്രേഡ് മാർക്ക്. ഇതെല്ലാം ഈ ട്രേഡ് മാർക്ക് എല്ലാം തന്നെ 10 വർഷം വാലിഡ് ആണ്. അതിനുശേഷം അവർ റിന്യൂ ചെയ്യണം. ഇപ്പോൾ ഇവിടെ പാട്രിയോട്സ് IAS അക്കാഡമിയുടെ ലോഗോ ആണ്. ഇതൊരു ട്രേഡ് മാർക്കാണ്. ഈ ട്രേഡ് മാർക്ക് 10 വർഷം വാലിഡ്, അതിനുശേഷം വീണ്ടും റിന്യൂ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21 സർട്ടിഫൈഡ് അഗ്രിടെക് സ്റ്റാർട്ടപ്പ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 PM ദാക്ഷ് സ്കീമിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റൈഫണ്ട് ആൻഡ് വേജ് കോമ്പൻസേഷൻ ടു ബെനിഫിഷ്യറീസ് ഡ്യൂറിംഗ് ട്രെയിനിങ്. PM ദാക്ഷ് സ്കീം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാറ്റഗറി, അതായത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എൻവയോൺമെന്റ് കീഴിൽ വരുന്നതാണ് PM ദാക്ഷ് സ്കീം. അതായത് XC കമ്മ്യൂണിറ്റി, OBC, എക്കണോമിക്കലി ബാക്ക്വേർഡ്, ട്രൈബൽ, ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ടാർഗറ്റഡ് ഗ്രൂപ്പ്സിന് അവർക്ക് വേണ്ടിയിട്ട് വേജ് അവരുടെ സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് സ്കില്ല് നൽകുക എന്നതാണ് PM ദാക്ഷ് സ്കീമിന്റെ ലക്ഷ്യം. അതായത്
ഈ പറയുന്ന പർട്ടിക്കുലർ ഗ്രൂപ്പ്സിന് വേണ്ടി സെൽഫ് എംപ്ലോയ്മെൻറ്റും അവരുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയും അവരുടെ വേജ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടും സ്കിൽ ഡെവലപ്മെൻറ്റ് നൽകുക എന്ന ലക്ഷ്യമാണ് PM-TAP സ്കീമിലുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ല. ടു പ്രൊവൈഡ് സ്റ്റൈപ്പൻഡ് ആൻഡ് വേജ് കോമ്പൻസേഷൻ ടു ബെനിഫിഷ്യറി ഡ്യൂറിംഗ് ദ ട്രെയിനിങ്, അങ്ങനെ വരുന്നില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. സെക്കൻഡും തേർഡും കറക്റ്റാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 22ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23 സോഫ്റ്റ് കറൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഡൊമസ്റ്റിക് കറൻസി ഓഫ് എനി കൺട്രി അണ്ടർ ദ പ്രഷർ ഓഫ് ഡിപ്രീസിയേഷൻ. എന്താണ് സോഫ്റ്റ് കറൻസി? ഹാർഡ് കറൻസി, സോഫ്റ്റ് കറൻസി ഉണ്ട്. ഹാർഡ് കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് അറൌണ്ട് ദ വേൾഡ് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. ഹാർഡ് കറൻസി എന്ന് വെച്ചാൽ ലോകത്ത് വൈഡ്ലി അക്സെപ്റ്റ് ആയ കറൻസിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ്. എക്സാമ്പിളായിട്ട് പറയുന്നത് US ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, ജാപ്പനീസ് യെൻ, സ്വിസ് ഫ്രാങ്ക് എല്ലാം തന്നെ ഹാർഡ് കറൻസി വരുന്നത്. എന്നാൽ സോഫ്റ്റ് കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെസ് ആയിട്ടുള്ള എക്കണോമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ലെസ് രാജ്യത്തിൻ്റെ കറൻസി അത്രയും വലിയ അക്സെപ്റ്റഡ് അല്ലാത്തതിനാണ് സോഫ്റ്റ് കറൻസി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24 അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് വരുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡിന് കീഴിലാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് ദ എക്സ്പോർട്ട് ഓഫ് ഷെഡ്യൂൾഡ് പ്രോഡക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25 ഗ്ലോബൽ കോഓപ്പറേഷൻ ബാരോമീറ്റർ is released by option D ആണ്. വേൾഡ് എക്കണോമിക് ഫോറം is the right answer. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26 ഫെയർ ഷെയർ ഫോർ ഹെൽത്ത് കെയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫെയർ ഷെയർ ഫോർ ഹെൽത്ത് ആൻഡ് കെയർ ഇതിൻ്റെ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27 പാറ്റേൺസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഈ പാറ്റേൺ ഗ്രാൻസ് ദ പാറ്റേൺ ഓണർ ദ അതോറിറ്റി ടു ഡിറ്റർമൈൻ ഹൗ അതേഴ്സ് ക്യാൻ യൂട്ടിലൈസ് ദ ഇന്നോവേഷൻ. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പാറ്റേൺ റൈറ്റ്സ് ആർ ഓൺലി ആപ്ലിക്കബിൾ ഇൻ ദ റീജിയൻ ഇൻ വിച്ച് ദ പാറ്റേൺസ് ആർ ബീൻ ഫയൽഡ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദർ ഈസ് കറന്റ്ലി നോ യൂണിവേഴ്സൽ ഇന്റർനാഷണൽ സിസ്റ്റം ഫോർ ഗ്രാൻഡ് ഓഫ് പാറ്റേൺസ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. എന്താണ് പാറ്റേൺസ്? പാറ്റേൺസ് എന്നാൽ ഒരു നിർമ്മാണ അവകാശമാണ്. ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിന് ഗവൺമെൻറ് ഒരു നിശ്ചിത കാലത്ത് അത് നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതും ആ ഉൽപ്പന്നം വിൽക്കുന്നതിനും ഒക്കെ കൊടുക്കുന്ന ഒരു കുത്തക അവകാശമാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. ഒരു പാറ്റന്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ഉടമയുടെ അവകാശമില്ലാതെയോ മറ്റൊരാൾ ഉപയോഗിക്കുന്നതോ നിർമ്മിക്കുന്നതോ ആ വിൽപ്പന നടത്തുന്നതോ സ്വന്തമാക്കി വിൽക്കുന്നതോ അത് ദുരുപയോഗം ചെയ്യുന്നതോ ആണെങ്കിൽ ആ ഉടമയ്ക്ക് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. സോ patent, there is no universal system for patent. Patent protection is limited to the country or the countries where the patent was issued. The limitations on that. The patent holder can also license others to manufacture their invention under the certain terms. അതായിരിക്കും ഇവിടെ ഒരു വൈറസ് നടന്നു. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വാക്സിനേഷൻ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ച വാക്സിനേഷനാണ്. അപ്പോൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അത് വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്തു, അത് വിൽക്കണം. അപ്പം ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് എനിക്ക് അതിൻ്റെ പാറ്റന്റ് എടുക്കാം. മറ്റൊരാൾക്ക് അത് നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് സ്വന്തമാക്കി വെക്കാനോ വിൽപ്പന നടത്താനോ ദുരുപയോഗം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കാരണം ഞാൻ പാറ്റന്റ് എടുത്തു കഴിഞ്ഞു. മറ്റൊരാളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിയമപരമായി അയാൾക്കെതിരെ നീങ്ങാൻ സാധിക്കും. ഇതാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. There is no universal system for patents. Patent protection is limited to the country or the countries where the patent are issued.
The patent holder can also license other manufacturer their invention under certain terms. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28 പാറ്റേൺസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് പാറ്റേൺ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ഗവേൺഡ് ബൈ ദ കോപ്പിറൈറ്റ് ആക്ട് 1957 എന്ന് പറയുന്നു. ഇത് പാറ്റേൺ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ഗവേൺഡ് ബൈ പാറ്റേൺ ആക്ട് 1970 ആണ്. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇവിടെ ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ടേം ഫോർ എവറി പാറ്റേൺ ഗ്രാൻഡഡ് ഈസ് 15 years ഫോർ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ദി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് 15 years 20 years ആണ്. ഇപ്പം നമുക്ക് ട്രേഡ് മാർക്കാണെങ്കിൽ 10 yearsഉം പാറ്റന്റ് ആണെങ്കിൽ 20 yearsമാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 28ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ട് പാറ്റൻസ് യൂസ് ചെയ്യുമെന്ന് കഴിഞ്ഞാൽ ഓറിയോ ബിസ്ക്കറ്റും പാർലിയുടെ ഫാബി ബിസ്ക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ അവരുടെ സൈസും അവരുടെ ബിസ്ക്കറ്റും അവരുടെ ഫ്ലേവറും അവരുടെ ക്രീമിലെല്ലാം തന്നെ ഓറിയോ എന്താണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം യൂസ് ചെയ്യുകയും ആ കളറുള്ള പാക്കേജ് പോലും ഈ രീതിയിൽ അവർ വിൽപ്പന നടത്തി. അപ്പം ഓറിയോ നിയമപരമായി കോർട്ടിൽ പോവുകയും ഓറിയോ ബിസ്ക്കറ്റ് ഈ ഒരു കേസിൽ വിജയിക്കുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് ന്യൂസിലുണ്ടായത്. സോ പാറ്റന്റ് ആക്ട് 1970 ആണ്. ക്വസ്റ്റ്യനിൽ 57 എന്നാണ് പറയുന്നത്. കോപ്പിറൈറ്റ് 57 എന്നല്ല, പാറ്റന്റ് ആക്ട് 1970. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29 സെക്യൂർഡ് ഓവർനൈറ്റ് ഫിനാൻസിംഗ് റേറ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് എ ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ഡോളർ ഡിനോമിനേറ്റഡ് ഡെറിവേറ്റീവ്സ് ആൻഡ് നോട്ട്സ്. Option D is the correct answer of question number 29. അടുത്ത question number 30 ഭാരത് ഗൗരവ് ട്രെയിനിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് റെയിൽവേസിന്റെ കീഴിലാണ് ഭാരത് ഗൗരവ് ട്രെയിൻ വരുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് ട്രെയിൻ ഭാരത് ഗൗരവ് സ്കീമിന്റെ കീഴിൽ ഫസ്റ്റ് പ്രൈവറ്റ് ട്രെയിൻ ഇറങ്ങിയായിരുന്നു. അത് ഫ്ലാഗ് ഓഫ് ചെയ്തത് കോയമ്പത്തൂരിൽ നിന്നാണ്. എന്താണിത്? The theme-based tourist circuits trains aim to showcase India's rich cultural heritage and magnificent historical places. ഇതൊക്കെയാണ് ഈ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള തീം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് നോൺ ST സ്റ്റുഡൻസ് കനോട്ട് ബി അഡ്മിറ്റഡ് ടു ദി സ്കൂൾസ് എന്ന് പറയുന്നു. എന്നാൽ ST അല്ലാത്ത സ്റ്റുഡൻസിന് ഇവിടെ 10% സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 31ന്റെ കറക്റ്റ് ആൻസർ. Non-ST students can be admitted in the schools on the seats up to 10% of the total seats. So, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ non-ST സ്റ്റുഡൻസിന് 10% സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32 ഡിഫ്ലേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 32ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഇല്ല. Deflation occurs when the inflation rate falls below zero and prices generally decline throughout an economy. First statement correct ആണ്. Second statement ഇങ്ങനെ പറയുന്നു it normally takes place during times of economic uncertainty when the demand for goods and services is lower along with higher levels of unemployment. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, ഇൻഫ്ലേഷൻ ഇല്ല. ഡിസിൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷേ അതിന്റെ സ്ലോവർ റേറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33 ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 33ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി കണ്ടക്ടഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എവരി 5 years എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് NSO ആണ് ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ഫിനാൻസ് ബില്ലിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34 ഇവിടെ നോട്ട് കറക്റ്റ് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. കാരണം തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. While all money bills are financial bills,
ഓൾ ഫിനാൻഷ്യൽ ബിൽസ് ആർ നോട്ട് മണി ബിൽസ്. എല്ലാ മണി ബിൽസും ഫിനാൻഷ്യൽ ബില്ലാണ്, എന്നാൽ എല്ലാ ഫിനാൻഷ്യൽ ബില്ലും മണി ബില്ലല്ല. അതേപോലെ രാജ്യസഭയ്ക്ക് രാജ്യസഭ cannot amend or reject money bill, but it has the power to amend or reject finance bill. രാജ്യസഭയ്ക്ക് മണി ബില്ലുമായിട്ട് ഒരു പവറും ഇല്ല, പക്ഷേ ഫിനാൻസ് ബില്ലിന് മുകളിൽ റോളുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 34ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ നോട്ട് കറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ഡി. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ PM ശ്രീ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നു. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമല്ല, സെൻട്രൽ സ്പോൺസർഡ് സ്കീമാണ്. PM ശ്രീ സ്കീം ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ഇൻ 2022. എന്തുകൊണ്ട് PM ശ്രീ സ്കീം ന്യൂസിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, ഡൽഹി, പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഒന്നും തന്നെ PM ശ്രീ സ്കീമിൽ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല എന്നത് കാരണമാണ് PM ശ്രീ സ്കീംസ് ന്യൂസിൽ വരാനുള്ള കാരണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. The state of world's land and water resource for food and agriculture system at a breaking point. ഇത് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആയ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. ഓപ്ഷൻ എ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. റോബസ്റ്റ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. SDR എന്ന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഈസ് ആൻ ഇന്റർനാഷണൽ കറൻസി ഡെവലപ്ഡ് ബൈ IMF എന്ന് പറയുന്നു. SDR ഒരു ഇന്റർനാഷണൽ കറൻസി അല്ല. SDR is an asset ആണ്, international reserve assets ആണ്. It is not a currency. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2 is not the correct explanation of statement 1. Higher Education Financing Agency aims to elevate India's premier institutions like IITs, IIITs, NIT, IIScs and aims to global prominence by enhancing their academic and infrastructure standards. Statement 1 correct ആണ്. Statement 2 ഇങ്ങനെ പറയുന്നു, Higher Education Financing Agency provides financial assistance for the creation of capital assets in the premier education institution in India. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, but statement 2 is not the correct explanation of statement 1. Higher Education Financing Agency is a joint venture of Ministry of Education, Government of India and Canara Bank. The aim of Higher Education Financing Agency is for the development of India's top-ranked institutions like IITs, IIITs, NIT, IIScs and IIMs into globally top-ranked institutions through improvement in their academic and infrastructure quality. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 40യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു, ശ്രീലങ്ക, മൗറിറ്റസ്, ഇറാൻ, ഫ്രാൻസ് ആർ ദ ഓൺലി കൺട്രീസ്, ഇവിടെ ഓൺലി വരുന്നുണ്ട്, കൺട്രീസ് വേർ ഇന്ത്യ ഹാസ് ദ ഫോർമലി ലോഞ്ച് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇറാൻ വരുന്നില്ല, ഇറാൻ ഇല്ല. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റ് ആണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിൽ ഇനേബിൾ ആയത് ബാങ്ക് അക്കൗണ്ട്സ്, അതേപോലെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇനേബിൾ ചെയ്തിട്ടുള്ള ആപ്സ്, അതായത് ഗൂഗിൾ പേ, Paytm, ഫോൺ പേ, ഇതിലൂടെയാണ് നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഇതൊന്നും തന്നെ ഭൂട്ടാൻ, നേപ്പാൾ, UAE, സിംഗപ്പൂർ, ശ്രീലങ്ക, മൗറിറ്റസ്, ഫ്രാൻസ് ആർ ദ ഓൺലി കൺട്രീസ് വേർ ഇന്ത്യ ഹാസ് ഫോർമലി ലോഞ്ച് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. എന്നാൽ ഇറാൻ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41.
പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ നോട്ട് കറക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്, തെറ്റായി വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. എന്താണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന? ഇറ്റ് ഇസ് എ ഫ്ലാഗ്ഷിപ്പ് സ്കീം വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ സച്ച് ആസ് LPG അവൈലബിൾ ടു റൂറൽ ആൻഡ് ഡിപ്രൈവ്ഡ് ഹൗസ് ഹോൾഡ്സ്. ഗ്യാസ് സിലിണ്ടേഴ്സ് റൂറൽ ഡിപ്രൈവ്ഡ് ഹൗസ് ഹോൾഡ്സ് നൽകുക എന്നൊരു എയിമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്കുള്ളത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ നോട്ട് കറക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് എ മണിരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നു. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലാണ്. അതേപോലെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ലിമിറ്റഡ് മണിരത്ന സ്റ്റാറ്റസ് ഉള്ള മഹാരത്ന സ്റ്റാറ്റസ് ഉള്ളതാണ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള എന്റർപ്രൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 33ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് ഏത് സ്റ്റേറ്റ്മെന്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, അത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യ ഹോൾഡ്സ് ദ ലാർജസ്റ്റ് വോട്ടിംഗ് ഷെയർ ഇൻ ദ ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഫോളോഡ് ബൈ ചൈന ആൻഡ് റഷ്യ എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ചൈനയ്ക്കാണ് കൂടുതൽ വോട്ടിംഗ് ഷെയർ ഉള്ളത്. അതിനുശേഷമാണ് ഇന്ത്യക്കും റഷ്യക്കും വരുന്നത്. ഇന്ത്യ കഴിഞ്ഞിട്ടാണ് റഷ്യ. സോ ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബീജിംഗ് ആണ്. is created for the better future by investing in sustainable infrastructure. ഇതിന്റെ എയിമാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ചൈന ഹോൾഡ്സ് ദ ലാർജസ്റ്റ് വോട്ടിംഗ് ഷെയർ ഇൻ ദ ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഫോളോഡ് ബൈ ഇന്ത്യ ആൻഡ് റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44, ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ ബേസിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നോട്ട് കറക്റ്റ് ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നേരത്തെ ഇതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ ബേസ് ചെയ്ത്. അതിൽ RB ആണ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞു. RB അല്ല, NSO ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഗ്യാദർ ഡേറ്റ ഓൺ ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് which is also used to derive macroeconomic indicators such as GDP, poverty rates and consumer price indexes. Second statement correct ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45, ഭാരത് ടെക്സ് 2024 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ ടെക്സ്റ്റൈൽ ഇവന്റ് ഇൻ ഇന്ത്യ ഇൻസ്പയർഡ് ബൈ 5F വിഷൻ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. 5F വിഷൻ എന്താണ്? ഫൈബർ ടു ഫാക്ടറി, ഫാക്ടറി ടു 5 വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം ടു ഫൈബർ, ഫാം ടു ഫൈബർ, ഫൈബർ ടു ഫാക്ടറി, ഫാക്ടറി ടു ഫാഷൻ, ഫാഷൻ ടു ഫോറിൻ. അതാണ് 5 വിഷൻ. ഒന്നുകൂടെ പറയാം, ഫാം ടു ഫൈബർ, ഫൈബർ ടു ഫാക്ടറി, ഫാക്ടറി ടു ഫാഷൻ, ഫാഷൻ ടു ഫോറിൻ. ഇതാണ് 5 വിഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ 5F ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഫാം ടു ഫൈബർ, ഫൈബർ ടു ഫാക്ടറി, ഫാക്ടറി ടു ഫാഷൻ, ഫാഷൻ ടു ഫോറിൻ. ഇതാണ് 5F ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും തന്നിരിക്കുന്നത് കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47, സമഗ്ര ശിക്ഷ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് എ ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ ദ സ്കൂൾ എഡ്യൂക്കേഷൻ കവറിംഗ് ദ എൻറ്റയർ ഗവൺമെന്റ് ഫ്രം പ്രീ സ്കൂൾ ടു പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമഗ്ര ശിക്ഷ സ്കീം പ്രീ സ്കൂൾ ടു ഹയർ സെക്കൻഡറി വരെയുള്ളൂ, +2 വരെയുള്ളൂ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 47ന്റെ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ് സമഗ്ര ശിക്ഷ സ്കീം വരുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 48ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു: നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ 1968 ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡോക്ടർ കെ കസ്തൂരി രംഗൻ എന്ന് പറയുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ 1968 ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് കൊത്താരി കമ്മീഷൻ ആണ്, ഡോക്ടർ കെ കസ്തൂരി രംഗൻ അല്ല. കസ്തൂരി രംഗൻ കമ്മീഷൻ വെസ്റ്റേൺ ഗട്ട്സിന്റെ കൺസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കൊത്താരി കമ്മീഷൻ ബേസ് ചെയ്തിട്ടാണ്. കൊത്താരി കമ്മീഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. നവംബർ 1960 കൊത്താരി കമ്മീഷൻ, ഓൾസോ നോൺ ആസ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1964 to 66, D.S. Kothari as its chairman. The commission was established in response to the country's increasing need for educational reform, and its report was turning point in India's education history. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1961 ബൈ ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആൻഡ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി വിച്ച് ഈസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ജനീവ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലല്ല, റോമാണ്. റോമിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. സോ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. ക്വസ്റ്റ്യൻ നമ്പർ 50 ഫെയർനെസ് ഗ്രൂപ്പിന്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ദ ഗ്രൂപ്പ് കംപ്രൈസിംഗ് ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ് ഉള്ളി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പിംഗ് നേഷൻസ് മാത്രമല്ല, ഡെവലപ്ഡ് നേഷൻസും വരുന്നുണ്ട്. ഇവിടെ ക്രൈംസ് ഗ്രൂപ്പിന്റെ വരുന്ന കൺട്രീസ് ബ്ലൂ കളറിൽ കാണാം. പാകിസ്ഥാനുണ്ട്, ഇന്ത്യയില്ല, പാകിസ്ഥാനുണ്ട്. ഡെവലപ്ഡ് നേഷൻസും ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 50യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51. റൈസ് കൾട്ടിവേഷന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 51ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: തായ്ലൻഡ് ഈസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ഫോളോഡ് ബൈ ഇന്ത്യ എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ്, നോട്ട് തായ്ലൻഡ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ഫോളോഡ് ബൈ തായ്ലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ 52. ക്രിട്ടിക്കൽ മിനറൽസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 52ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇത് ഓൾ ടു ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. The Center of Excellence on Critical Minerals role is to update India's list of critical minerals every 3 years and notify the critical mineral strategy periodically. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് Khanij Bidesh India Limited is a joint venture company formed to secure a steady supply of critical and strategic mineral for India domestic market. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 53. ക്രിട്ടിക്കൽ മിനറൽസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അതേപോലെ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1 ഇങ്ങനെ പറയുന്നത്: ക്രിട്ടിക്കൽ മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ ഫ്യൂച്ചർ ഗ്ലോബൽ എക്കണോമി, സപ്പോർട്ടിംഗ് ടെക്നോളജീസ് ഇൻ സെക്ടർ ലൈക്ക് ഹൈടെക്, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഡിഫൻസ്. അതായത് ക്രിട്ടിക്കൽ മിനറൽസ് ഒരു എക്കണോമിയുടെ ഡെവലപ്മെന്റ് ആവശ്യമാണ്. അതേപോലെ നാഷണൽ സെക്യൂരിറ്റിക്കും ആവശ്യമാണ് ക്രിട്ടിക്കൽ മിനറൽസ്. എന്തുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെന്റിനും ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ ടെക് ഇലക്ട്രോണിക്സിന് യൂസ് ചെയ്യുന്നുണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നുണ്ട്. നാഷണൽ സെക്യൂരിറ്റിക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഡിഫൻസ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റിക്കും ഇത് യൂസ്ഫുൾ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇങ്ങനെ പറയുന്നത്: ദ കോൺസെൻട്രേഷൻ ഓഫ് ക്രിട്ടിക്കൽ മിനറൽ എക്സ്ട്രാക്ഷൻ ഓർ ദ പ്രോസസ് ഇൻ എ ഫ്യൂ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് coupled with their limited availability can result in supply chain vulnerabilities and potential disruption in supply. അതായത് ക്രിട്ടിക്കൽ മിനറൽസിന്റെ എക്സ്ട്രാക്ഷൻസ് പർട്ടിക്കുലർ ജോഗ്രഫിക് ലൊക്കേഷനിൽ മാത്രം ആയതുകൊണ്ട് ഈ സപ്ലൈ ചെയിൻ അത് ഡിസ്ട്രപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ
ക്വസ്റ്റ്യൻ നമ്പർ 53ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 54. ക്വസ്റ്റ്യൻ നമ്പർ 54 വീണ്ടും ക്രിട്ടിക്കൽ മിനറൽസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ക്രിട്ടിക്കൽ മിനറൽസ് മാർക്കറ്റ് റിവ്യൂ ഈസ് പബ്ലിഷ്ഡ് ബൈ ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി ആണ് ക്രിട്ടിക്കൽ മിനറൽസ് മാർക്കറ്റ് റിവ്യൂ പബ്ലിഷ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയാണ് ക്രിട്ടിക്കൽ മിനറൽസ് മാർക്കറ്റ് റിവ്യൂ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 55 സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. Semiconductors and displays are the foundation of modern electronics, driving the next phase of digital transformation under Industry 4.0. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് സെമികണ്ടക്ടേഴ്സ് സെർവിംഗ് ആസ് എ കോർ ഓഫ് മോഡേൺ ഇലക്ട്രോണിക്സ് ആൻഡ് ICT products are crucial components found in contemporary automobiles, household gadgets, and vital medical devices. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെമി കണ്ടക്ടേഴ്സ് ഓട്ടോമൊബൈൽസിന് യൂസ് ചെയ്യുന്നുണ്ട്, ഹൗസ് ഹോൾഡ് ഗാഡ്ജറ്റ്സിൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ലാപ്ടോപ്സിലെല്ലാം സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. മെഡിക്കൽ ഡിവൈസിലും സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ജനുവരി മന്തിൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോഴും സെമി കണ്ടക്ടേഴ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഫാബുലസ് ഇൻഡസ്ട്രീസ് എന്താണ്? ഫാബുലസ് ഇൻഡസ്ട്രീസ് അത് സെമി കണ്ടക്ടേഴ്സിനെ ബേസ് ചെയ്താണ്. ഫാബുലസ് ഇൻഡസ്ട്രീസ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ചിപ്പിന്റെ ഡിസൈനിനെയാണ് ഫാബുലസ് ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഫൗണ്ടറീസ് ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നത് ഫൗണ്ടറീസ് ഇൻഡസ്ട്രീസ് ആണ്. ജനുവരി മന്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ സെമി കണ്ടക്ടേഴ്സ് ഫാബുലസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഫോക്കസ് ഓൺ ദ ചിപ്പ് ഡിസൈൻ. ചിപ്പിന്റെ ഡിസൈനാണ് ഫാബുലസ് ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഫൗണ്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്കും ചിപ്പിന്റെ മാനുഫാക്ചറിങ് ആണ്. സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ലാപ്ടോപ്സിലായാലും മോഡേൺ ഇലക്ട്രോണിക്സ് ലാപ്ടോപ്സിലും മൊബൈലിലും യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടംപററി ഓട്ടോമൊബൈൽ ഹൗസ് ഗാഡ്ജറ്റ്സിലും. ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ദ മെഡിക്കൽ ഡിവൈസ് ഓൾസോ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 56 സ്വച്ഛ് ഭാരത് കോഷ് പ്ലസ് എയിംസിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 56ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് മിനിസ്ട്രി ഓഫ് ഹോം ഓഫീസ് ആണ് ഗ്രാൻഡ് the trust exception under the Foreign Contribution Act to receive foreign contributions in the dedicated bank account. Ministry of Finance എല്ലാം നൽകുന്നത് Ministry of Home Affairs ആണ്. So question number 56ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 57 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നോട്ട് കറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 58 GS ടാഗിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 58ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 തന്നിരിക്കുന്ന GS ടാഗ് 3 സ്റ്റേറ്റുമായിട്ട് മാച്ച് ആണ്. 3 സ്റ്റേറ്റുമായിട്ട് മാച്ച് ആണ്. ഇവിടെ ക്രോച്ചി ലാസ് ക്രാഫ്റ്റ് ആന്ധ്രാപ്രദേശിലുള്ളതാണ്. ഇതേപോലുള്ള ഐറ്റംസ് ആണ്. മറ്റൊന്ന് മഞ്ജുളി മാസ്ക് ആസാമിലാണ്. മറ്റൊന്ന് പട്ടോള ഗുജറാത്തിലാണ്. ഈ സാരി ഐറ്റംസ് പട്ടോള സാരി ഐറ്റംസ് മറ്റു പ്രോഡക്ട്സ് എല്ലാം തന്നെ അത് ഗുജറാത്താണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 59 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 59ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന. ഇവിടെ നോട്ട് കറക്റ്റ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനാണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെൻട്രലി സ്പോൺസർഡ് സ്കീം എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇത് മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന വരുന്നത്. സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ് ഫണ്ടിങ് നടത്തുന്നത്.
ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. സെൻട്രൽ സെക്ടർ സ്കീം ആകുമ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ് ഫണ്ടിങ് നടത്തുന്നത്. സെൻട്രലി സ്പോൺസർ സ്കീം എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് നടത്തുന്നത്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ടെറിട്ടറി നടത്തുന്നത്. കൂടുതൽ പെർസെൻറ്റേജ് സെൻട്രൽ ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ 61 മിൽക്ക് പ്രൊഡക്ഷനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 61ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇന്ത്യ കോൺട്രിബ്യൂട്ട്സ് അറൌണ്ട് 54% ഓഫ് ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ 54 അല്ല 24 ആണ്. 24 ആണ് ഇവിടെ. ക്വസ്റ്റ്യൻ നമ്പർ 61ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 62 ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിന് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 62ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 62 വിസ്കോസ് സ്റ്റേബിൾ ഫൈബറിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 63ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതിനാൽ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് നോട്ട് എ എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64 വെയർ ഹൗസിംഗ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. It is a statutory authority under the Department of Food and Public Distribution. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 65 ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 65ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഫസ്റ്റും സെക്കൻഡും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ഇവിടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1866 എന്നാണ് പറയുന്നത്, ഒരിക്കലുമല്ല. എനർജി കൺസർവേഷൻ ആക്ട് ഓഫ് 2011 ആണ്. അതേപോലെ സെക്കൻഡ് നോക്കൂ, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി പാർട്സ് അണ്ടർ ദ പർവ്യൂ ഓഫ് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ന്യൂ ആൻഡ് എനർജിയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലാണ് ബ്യൂറോ ഓഫ് എനർജി ആൻഡ് എഫിഷ്യൻസി വരുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 66 ജിനി കോ എഫിഷ്യന്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 66ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 67 മ്യൂച്വൽ ഫണ്ടിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇസ് ദ ഓൺലി സെക്യൂരിറ്റി ദാറ്റ് ഇസ് മാനേജ്ഡ് ബൈ RBI എന്ന് പറയുന്നത്. RBI അല്ല, CBI ആണ് കൺട്രോൾ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് പൂൾ മണി ഫോർ ദി ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് ഓൺ ദി ബിഹാഫ് ചാർജിങ് സ്മോൾ മാനേജ്മെന്റ് ഫീ. CBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. CBI is a regulatory body to control the and regulate the securities market and mutual fund industry in India. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 68 ഗ്രെയിൻ സ്റ്റോറേജ് പ്ലാനിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 69 വുമൺ ഹെൽത്ത് ക്യാപ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് കറക്റ്റ് ആൻസർ. വേൾഡ് എക്കണോമിക് ഫോറം ആണ് വുമൺ ഹെൽത്ത് ക്യാപ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 70 യുവിൻ വാക്സിനേഷൻ ഇന്ത്യസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിനേഷൻ ഡിജിറ്റൈസേഷൻ്റെ ഭാഗമാക്കുന്നതിന് ബേസിലുള്ളതാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 70 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. എന്താണ് യുവിൻ പോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻഷുർ ടൈംലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് വാക്സിൻ ഡോസസ് by digitally recording every vaccination even under the universal immunization program among the all pregnant women and children aged to 0 to 5. അതായത് പ്രഗ്നന്റ് വുമൻസും കുഞ്ഞുങ്ങൾക്കും അവർക്ക് വാക്സിനേഷൻ നൽകുന്ന റെക്കോർഡ്സ് എല്ലാം തന്നെ ഡിജിറ്റൈസ് ചെയ്യുന്നു. ഇതൊരു പോർട്ടലാണ് യുവിൻ പോർട്ടൽ. ക്വസ്റ്റ്യൻ നമ്പർ 70യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71 കൃഷി സഹി കൺവെർജൻസ് പ്രോഗ്രാം എന്ന ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓൾ 3 ആർ കറക്റ്റ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 72ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 73 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 73യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ജനറലി പെർമിറ്റഡ് ടു അക്സെപ്റ്റ് ട്രഡീഷണൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കനോട്ട് അക്സെപ്റ്റ് കൺവെൻഷണൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഒന്നും തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ
73യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 74. ഭാഷണി പ്ലാറ്റ്ഫോമിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 74ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിന്റെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ മിഷൻ. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നാഷണൽ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ മിഷൻ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 75. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. NSA ആണ് കണ്ടക്ട് ചെയ്യുന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണ്ടക്ട്സ് periodic labor force survey to produce annual statistics of employment and unemployment characteristics of both rural and urban. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 76. ക്വസ്റ്റ്യൻ നമ്പർ 76 പേയ്മെന്റ് ബാങ്ക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ പറയുന്നു, 50% of demand deposit balance must be invested in secured government securities in the form of statutory liquidity ratio എന്ന് പറയുന്നു. ഇത് 50% അല്ല 70%, 75% ആണ്. 75%. See, payment banks, Dr. Nachiket Moore recommends the setting up of payment banks to provide payment services and deposit products at the lower income groups and small business. ഡോക്ടർ നച്ചികേത് മൂറിന്റെ ഈ കമ്മിറ്റിയാണ് പേയ്മെന്റ് ബാങ്ക്സ് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം, അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസും താഴെത്തട്ടിൽ കൊണ്ടുവരാൻ ലോവർ ഇൻകം ഗ്രൂപ്പ്സിനും സ്മോൾ ബിസിനസ്സിനും റൂറൽ ഏരിയാസിനും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക എന്നൊരു മെയിൻ എയിമാണ് ഡോക്ടർ നച്ചികേത് മൂറിന്റെ പേയ്മെന്റ് ബാങ്ക്സിന്റെ മെയിൻ ആയിട്ടുള്ള എയിം. സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് കൊണ്ടുവരുന്നത് മെയിൻ എയിം, ടു പ്രൊവൈഡ് സ്മോൾ സേവിംഗ് അക്കൗണ്ട്സ് ആൻഡ് പേയ്മെന്റ്സ് to migrant labor workforce, low income households and small business. ഇതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ ഇപ്പം നമുക്കറിയാം ഒരു കോർപ്പറേഷനിൽ ഒരുപാട് വാർഡ്സ് ഉണ്ട്. എല്ലാ വാർഡ്സിലും ഒരു പോസ്റ്റ് ഓഫീസ് കാണും. രാജ്യത്തെ എല്ലായിടത്തും ഒരു പോസ്റ്റ് ഓഫീസ് കാണും. ഈ പോസ്റ്റ് ഓഫീസിനെല്ലാം ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് ആക്കി. പോസ്റ്റ് ഓഫീസിലെല്ലാം പേയ്മെന്റ് ബാങ്ക്സ് ആക്കി. കാരണം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ജനങ്ങൾക്ക് പണമിടപാട് നടത്താൻ വേണ്ടിയിട്ട്, ആൾക്കാർക്കെല്ലാം പണമിടപാട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ post payment banks ആക്കുന്നത്. It is an initiative of the government aimed at making banking service available at people's doorstep. Eligible promoters ആണെന്ന് നോക്കാം. ഒന്ന് ഇൻഡിവിജ്വൽസും പ്രൊഫഷണൽസും ആണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് ബിസിനസ് കറസ്പോൺസ് വരുന്നുണ്ട്, മൊബൈൽ ടെലിഫോൺ കമ്പനീസ് വരുന്നുണ്ട്, എയർടെൽ അതിനൊരു എക്സാമ്പിൾ ആണ്, സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് വരുന്നുണ്ട്, പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. അതാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് PSUയിലുള്ളതാണ്. ഇപ്പോൾ എയർടെൽ വരുന്നുണ്ട്, പേടിഎം ബാങ്ക്സ് വരുന്നുണ്ട്, ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് വരുന്നുണ്ട്, ജിയോ പേയ്മെന്റ്സ് ബാങ്ക്സ്, ഇതെല്ലാം തന്നെ പേയ്മെന്റ് ബാങ്ക്സ് ആണ്. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൽ ക്വസ്റ്റ്യൻ പേയ്മെന്റ് ബാങ്ക്സിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ 50% എന്ന് പറയുന്നത് 50% അല്ല, 75%. Invest a minimum 75% of its demand deposit balance in XLR eligible government securities or treasury bills with a maturity up to 1 year. 50% അല്ല 75%. സോ ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന്റെ യൂണിക് ഫീച്ചർ എന്ന് വെച്ചാൽ പേയ്മെന്റ് ബാങ്ക്സിന്റെ യൂണിക് ഫീച്ചർ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് റിസ്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് ലോൺ ലെൻഡ് ചെയ്യുന്നില്ല. പേയ്മെന്റ് ബാങ്ക്സ് ലോൺ ലെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്രെഡിറ്റ് റിസ്ക് ഇല്ല. ക്രെഡിറ്റ് റിസ്ക് is not involved in payment banks. It can carry out most banking operations but cannot advance loans or issue credit cards. ക്രെഡിറ്റ് കാർഡോ ലോണോ ഒന്നും ഇവർ ഇഷ്യൂ ചെയ്യുന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് റിസ്ക് ഇല്ല പേയ്മെന്റ് ബാങ്ക്സിന്. പിന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിംഗ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77. നാഷണൽ ആയുഷ് മിഷൻ മിഷന്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 77ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ പറയുന്നു, ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് റീസെന്റ് അപ്രൂവ്ഡ് ദ ഓപ്പറേഷണലൈസ്ഡ് മൾട്ടിപ്പിൾ ആയുഷ് ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അണ്ടർ ദ സെൻട്രലി സെക്ടർ സ്കീം. സെൻട്രലി സ്പോൺസർ സ്കീമാണ്. ഇവിടെ നാഷണൽ ആയുഷ് മിഷൻ സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല ഫണ്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസർ സ്കീമാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 77ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 78.
കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി is the correct answer. Cooperative banks in India are registered under the Cooperative Society Act of State Concerned or Multiple State Cooperatives Act 2002. RBI regulates the banking functions of urban cooperative banks under the provisions. RBI ആണ് urban cooperative banks കൺട്രോൾ ചെയ്യുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി is the correct answer. ക്വസ്റ്റ്യൻ നമ്പർ 78. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 79. ഇന്ത്യ സ്റ്റാർട്ടിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 79ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 80. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഫെബ്രുവരി മന്ത് എക്കണോമിക്സിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കംപ്രൈസസ് ഐസ്ലാൻഡ്, ലിechtenstein, നോർവേ, സ്വിറ്റ്സർലൻഡ് ആൻഡ് ഓൾ ഓഫ് വിച്ച് ആർ ഓൾസോ പാർട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞു. ഈ 4 രാജ്യങ്ങളൊന്നും തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി is the correct answer of ക്വസ്റ്റ്യൻ നമ്പർ 80. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 81. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 81ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 82. സ്വയം എന്ന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വയം സ്കീം ഇത് നോട്ട് കറക്റ്റ് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സ്വയം സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മിനിസ്റ്റർ MHRDയുടെ കീഴിൽ വരുന്നതാണ്. മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സാണ്. അതായത് ഇപ്പം ഫോർ സ്കൂൾ സ്റ്റുഡൻസും അണ്ടർ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം ഒരു റൂറൽ ഏരിയയിൽ ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റാത്തയോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റാത്തയോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇല്ലാത്ത സ്റ്റുഡൻസിന് ഇവിടെ ഈ സ്വയം സെൻറ്ററിൽ വന്ന് അവർക്ക് ഓൺലൈൻ വഴി ഈ കോഴ്സസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സാണ് സ്വയം. MHRDയുടെ കീഴിൽ വരുന്ന സ്കീമാണിത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 63. ജനറേഷൻ ഇക്വാലിറ്റി ഫോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 84. UN കമ്മീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 84ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 85. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിന് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവാണ്. അതേപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 3 മിനിസ്ട്രീസിൻ്റെ ഇനിഷ്യേറ്റീവാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അതേപോലെ റീസെൻ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഈ സ്കീം ഇൻക്ലൂഡഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഫോർ ഗേൾസ് ഇൻ നോൺ ട്രഡീഷണൽ ലൈവ്ലിഹുഡ്സും വരുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 86. സെൻട്രൽ വാട്ടർ കമ്മീഷന് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 86ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 87. IT റൂൾസ് 2021 ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 87. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 88. ഉത്തർ പൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയേഷൻ സ്കീം 2024 ഉള്ള സ്കീമാണ്. ഈ സ്കീം മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൻ്റെ ഓപ്ഷൻ എ ആണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരിക ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ യൂണിയൻ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് ഉത്തർ പൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയേഷൻ സ്കീം ടു ഫോസ്റ്റർ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഇൻഡസ്ട്രിയേഷൻ ഡെവലപ്മെൻറ്റും എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന യൂണിയൻ ഗവൺമെൻറ് സ്കീമാണ് ഉത്തർ പൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം 2024. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 89. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻ എ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ
in 1997, inspired by വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. ഇത് വർഗീസ് കുര്യൻ അല്ല, മുഹമ്മദ് യുനാസ് ആണ്. മുഹമ്മദ് യുനാസ് ബംഗ്ലാദേശിലെ എന്റർപ്രണറായ മുഹമ്മദ് യുനാസിന്റെ ഇൻസ്പയർ ചെയ്തിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ലഖ്പതി ദീദി is a government initiative that aims to empower women in self-help groups to earn at least 3 lakh എന്ന് പറയും. 3 lakh അല്ല, 1 lakh per year through sustainable livelihood practice ആണ്. 1 lakh ആണ്. മുഹമ്മദ് യുനാസ് അദ്ദേഹം ബംഗ്ലാദേശ് സോഷ്യൽ എന്റർപ്രണർ ആണ്. ഈ ഫൗണ്ടർ ഗ്രാമീൺ ബാങ്ക് ഇൻ 1983. ഈ ഗ്രാമീൺ ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത ഗ്രാമീൺ ബാങ്കിന്റെ എന്തെന്ന് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇറ്റ് ടു പ്രൊവൈഡ് small loans to poor without requiring collateral, helping them to become self-sufficient. അദ്ദേഹം ഒരു എന്റർപ്രണർ, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഗ്രാമീണ ബാങ്കാണ്. അത് മെയിൻ വെച്ചാൽ പാവങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നും മേടിക്കാതെ തന്നെ പൈസ നൽകുക, സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് പൈസ നൽകുക. യുനാസ് ഫൗണ്ടഡ് ദ ബാങ്ക് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ദ ക്രെഡിറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്. അതായത് പണം സാധാരണക്കാരിലും എത്തുന്നത് ഒരു ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ന്യൂസ് വരാൻ കാരണം ബംഗ്ലാദേശ് സുപ്രീം കോടതി ഇദ്ദേഹത്തെ ലേബർ ലോ വയലേഷനിൽ 6 months പണിഷ് ചെയ്യും. അതുകൊണ്ട് ഇത് ന്യൂസിനുണ്ട്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 89 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ക്വസ്റ്റ്യൻ നമ്പർ 19 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 3.0 വിൽ ബി ഇംപ്ലിമെന്റഡ് ഇൻ മോർ സെൻട്രലൈസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. സെൻട്രലൈസ് അല്ല, ഡീസെൻട്രലൈസ് സ്ട്രക്ചർ ആണ്. സോ അത് സെൻട്രലൈസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇൻകറക്റ്റ് ആവാൻ കാരണം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന മിനിസ്റ്റർ ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണേഴ്സിന്റെ കീഴിൽ വരുന്നതാണ്. ഇത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇവിടെ ഒരു ടൈം ലൈൻ സ്കീമിന്റെ ഓരോ ഘട്ടം ടൈം ലൈൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. Pradhan Kaushal Vikas Yojana 3.0 will be implemented in more decentralized structure with a greater responsibility support from state and union territories and districts. At the question number 91, Umang app is the government new governance app. Question number 91 correct answer option B ആണ്. സോറി ഓപ്ഷൻ ഡി ആണ്. ഇത് നോട്ട് കറക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഉമാങ് ആപ്പ് മൊബൈൽ ആപ്പ് ഇസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൾ ഇൻ വൺ സിംഗിൾ യൂണിഫൈഡ് സെക്യൂർ മൾട്ടി ചാനൽ മൾട്ടി ലിംഗ്വൽ മൾട്ടി സർവീസ് മൊബൈൽ ആപ്പ്. അതായത് നമുക്കിപ്പം ഗവൺമെന്റ് കീഴിൽ ഒരുപാട് മിനിസ്ട്രീസ് ഉണ്ട്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫിനാൻസ്, ഇതെല്ലാം തന്നെ ഇതിന്റെ ഇൻഫർമേഷൻസും ഇതിന്റെ സർവീസും ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ആപ്പാണ് ഉമാങ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 92, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിന്റെ ബേസിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 92 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇത് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് HI മാർക്കറ്റാണ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. HI മാർക്കറ്റ് is a company that provides information, analytics and solution to the business, governments and financial markets. Answer ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 93, ന്യൂ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും ഇൻകറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം 3 സ്റ്റേറ്റ്മെന്റ്സും ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 94, ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 94ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്നു. ഇത് വേൾഡ് എക്കണോമിക് ഫോറം അല്ല റിലീസ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് റിലീസ് ചെയ്യുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 95, ഫിയറ്റ് മണിയെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 95ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഫിയറ്റ് മണി ഈസ് എ കറൻസി ഇഷ്യൂഡ് ബൈ എ ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് എൻറ്റിറ്റി എന്ന് പറയും. ഫിയറ്റ് മണി എപ്പോഴും ഗവൺമെന്റ് ഇഷ്യൂ ആണ്. ഗവൺമെന്റ് ആണ് ഇഷ്യൂ, സെൻട്രൽ ഗവൺമെന്റ് ആണ്. പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് ഒരു റോൾ ചെയ്യും. സോ
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 96, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 96ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇതൊരു സെൻട്രൽ സ്പോൺസർ സ്കീമാണ്. അതേപോലെ ഇറ്റ്സ് എ നമ്പർ ഓഫ് സ്കീംസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് 2 മേജർ കമ്പോണൻസ്: accelerated irrigation benefit program and ഹർ ഖേത് കോ പാനി. കൃഷി സിഞ്ചായി യോജന ഇറിഗേഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള സ്കീമാണ്, സെൻട്രൽ സ്പോൺസർ സ്കീമാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 97, ഫണ്ട് റൈറ്റ്സ് ആക്ട് 2001 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 98, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 98ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇന്ത്യയെ വിത്ത് ദ റാങ്ക് 9061 എന്ന് പറയുന്നത്, ഫാർ ബെറ്റർ ദാൻ ചൈന എന്ന് പറയുന്നത്. ചൈനയുടെ റാങ്ക് ശരിക്കും 60 ആണ്, 60 ആണ്. ഇന്ത്യ 126 ആണ്. ഇന്ത്യ 126ഉം ചൈന എനിക്ക് 60 ആണ്. സോ ചൈന ഇന്ത്യയെക്കാളും മുകളിലാണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്ക് അല്ല, യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ആനുവലി ബൈ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 99, ഷോർട്ട് സെല്ലിങ്ങിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ന്യൂസിലുള്ള വരാനുള്ള കാരണം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് സെല്ലിംഗ് ന്യൂസിലുണ്ടായത്. ക്വസ്റ്റ്യൻ നമ്പർ 99ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നോട്ട് കറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 99. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഷോർട്ട് സെല്ലിംഗ് ഇൻവോൾവ്സ് സെയിൽ ഓഫ് ബോറോഡ് സെക്യൂരിറ്റി വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ബൈയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് ലേറ്റർ ഡേറ്റ് അറ്റ് ലോവർ പ്രൈസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. India's regulation permits short selling, but financial authorities require traders to identify short sales at the time of the order. ഷോർട്ട് സെല്ലിംഗ് ന്യൂസിൽ വരാനുള്ള കാരണം തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കാരണം ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് ബേസ് ചെയ്ത് ന്യൂസിലുണ്ടായിരുന്നു. ഷോർട്ട് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ അറ്റ് ഹയർ പ്രൈസ്, ബൈ അറ്റ് ലോവർ പ്രൈസ് ആണ്. ഷെയർ സെക്യൂരിറ്റീസ്, അത് ബോറോഡ് സെക്യൂരിറ്റീസ് ആണ്. ഒരാൾ ബോറോ ചെയ്ത സെക്യൂരിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ഹൈ പ്രൈസിൽ വിൽക്കുകയും എന്നാൽ അറിയാം അത് അതിൻ്റെ വില ഒരിക്കലും കൂടാൻ പോകുന്നില്ല. അതിൻ്റെ വില കുറയുന്ന സമയത്ത് അത് സെക്യൂരിറ്റി തിരിച്ചു മേടിക്കുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 100, ഹെഡ്ജ് ഫണ്ട്സിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 100ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ കാരണം കമ്പയർ ചെയ്യുമ്പോൾ ഹെഡ്ജ് ഫണ്ട് റിസ്ക് കൂടുതലാണ്, പക്ഷെ റിട്ടേൺ ഹൈ ആയിരിക്കും. ഫസ്റ്റ്, hedge funds are renowned for employing more aggressive investment strategies in pursuit of great returns for their investors. First statement correct ആണ്. Second statement, hedge funds are private investment that are only available to accredited investors. Second statement correct ആണ്. Hedge funds have the same basic pool and fund structure as mutual funds. Third statement correct ആണ്. മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ ഹെഡ് ഫണ്ട്സിൽ റിസ്ക് കൂടുതലാണ്, പക്ഷേ റിട്ടേൺ കൂടുതലാണ്. അടുത്ത 101, PM വാണി സ്കീമിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. വൈഫൈ ഹോട്ട്സ്പോട്ടിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. PM വാണി ഫ്രെയിംവർക്ക് സ്റ്റേറ്റ് ടു ഫോർവേഡ് എ ഗ്ലോബൽ നാഷണൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോളിസി 2018 for creating a robust digital communication infrastructure. First statement correct ആണ്. PM വാണി aims to enhance public Wi-Fi hotspots availability, particularly in rural regions, to strengthen the nationwide digital communication infrastructure. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 102. ക്വസ്റ്റ്യൻ നമ്പർ 102ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ICRT comes under the ambit of IT Act 2005 എന്ന് പറയാം. ICRT ഒരിക്കലും IT ഇൻഫർമേഷൻ ആക്ടിന്റെ കീഴിൽ വരുന്നതല്ല.
ICRT operates outside the scope of RTI Act 2005. So ICRTന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും തന്നെ പബ്ലിക്കിന് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദേ ക്യാൻ ലിമിറ്റ് ദ പബ്ലിക് അക്സസ് ടു ഇൻഫർമേഷൻ അബൌട്ട് ഹിസ് ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻ. അവരുടെ ഫങ്ഷൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പബ്ലിക് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇതൊന്നും തന്നെ RTIന്റെ ബേസിൽ ആക്ട് 2005 കീഴിൽ വരുന്നതല്ല. അവരുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും തന്നെ പബ്ലിക്കിന് നൽകേണ്ട ആവശ്യമില്ല. യു ക്യാൻ കീപ് ഇറ്റ് സീക്രട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 103, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന BSc ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 103ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇൻകറക്റ്റ് ആവാൻ കാരണം എന്ന് പറയാൻ കാരണം ദ സ്കീം ഈസ് ലിമിറ്റഡ് ഓൺലി വരുന്നുണ്ട് ടു ഹൗസ് ഹോൾഡ് ലെഡ് ബൈ വിഡോസ്, terminally ill individuals, disabled individuals or those aged to 60 years എന്ന് പറയുന്നത്. സോ ഓൺലി ഈ 3 കാറ്റഗറി പീപ്പിൾ എന്നാണ് ഈ സ്കീം അവൈലബിൾ എന്നാണ് എലിജിബിൾ എന്നാണ് പറയുന്നത്. ഇവർ മാത്രമല്ല BPLലും പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സും എലിജിബിൾ ആണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന കോവിഡ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് റേഷൻ കടയിൽ എല്ലാ മാസവും സബ്സിഡൈസ്ഡ് ഫുഡ് 5 കിലോ റൈസ് കൊടുക്കുന്നുണ്ട്. കോവിഡ് ടൈമിൽ സെൻട്രൽ ഗവൺമെൻറ് അത് കൂടാതെ 5 കിലോ ധാന്യം ഫ്രീ ആയിട്ട് ഈ ഒരു കാറ്റഗറി ഹൗസ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, ബിലോ പോവർട്ടി ലൈനും പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സും അതേപോലെ വിഡോസിനും ഇൽ ഇൻഡിവിജ്വൽസിനും ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസിനും 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കോവിഡ് ടൈമിൽ സബ്സിഡൈസ്ഡ് ഫുഡ് 5 കിലോ കൊടുക്കുന്നതോടൊപ്പം ഫ്രീ ആയിട്ട് 5 കിലോ ഗ്രെയിൻസ് കൊടുക്കാൻ ഈ സ്കീം വഴി നൽകി. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 104, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. 75% റൂറലും 50% അർബൻ ആണ്. ആൻസറിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് 100% ടു റൂറൽ 50% ടു അർബൻ എന്നാണ്. അങ്ങനെയല്ല, 75% ടു റൂറൽ പോപ്പുലേഷൻ 50% ടു അർബൻ പോപ്പുലേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 105, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റിന്റെ ഹെഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിന്റെ ADG ഓഫീസേഴ്സാണ്, IAS ഓഫീസേഴ്സാണ് ഇതിന്റെ ഹെഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ DG ലെവൽ ഓർ ADG ലെവൽ ഓഫീസർ ആയിരുന്നു ഇതിനെ ഹെഡ് ചെയ്യുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ കീഴിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 106, പേയ്മെന്റ് ബാങ്ക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 106ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് പേയ്മെന്റ് ബാങ്ക്സ് ക്യാൻ ഇഷ്യൂ ബോത്ത് ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ഡെബിറ്റ് കാർഡ്. നമ്മൾ നേരത്തെ പേയ്മെന്റ് ബാങ്ക്സിനെ ഡിസ്കസ് ചെയ്താണ് പറഞ്ഞാണ്. അതായത് പേയ്മെന്റ് ബാങ്ക്സ് ക്രെഡിറ്റ് ലെസ് റിസ്ക് ആണ്. വെച്ചാൽ ലോൺസ് കൊടുക്കുന്നില്ല. പേയ്മെന്റ് ബാങ്ക്സ് ഒരിക്കലും ലോൺസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് അവർ ഇഷ്യൂ ചെയ്യുന്നില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. Payment banks can carry out most banking operations but cannot advance loans or issue credit cards. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 107, വീണ്ടും പേയ്മെന്റ് ബാങ്ക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Which of the following committee has recommended the establishment of small finance banks and the payment banks for improving financial inclusion in India? Option D ആണ്, നച്ചിക്കേറ്റ് മൂർ കമ്മിറ്റി. 2013 കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. ഇത് കമ്മിറ്റി RBIക്ക് റിപ്പോർട്ട് നൽകുന്നു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അടുത്ത 108, പേയ്മെന്റ് ബാങ്ക്സ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 108ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് they can accept NRI deposit up to 1 lakh. പേയ്മെന്റ് ബാങ്ക്സിന് NRI ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദേ ആർ രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013.
they are registered. First statement correct ആണ്. The payment banks were registered as a public limited company under the Companies Act 2013 കീഴിലാണ് ആക്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പേയ്മെന്റ് ബാങ്ക്സ് കംസ് അണ്ടർ ദ ഡിഫറൻഷിയേറ്റ് ബാങ്ക് ലൈസൻസ്. അതായത് രണ്ട് തരത്തിലുള്ള ബാങ്ക് ലൈസൻസ് ആണ് ഉള്ളത്. ഒന്ന് യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസ്, മറ്റൊന്ന് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ലൈസൻസ്. പേയ്മെന്റ് ബാങ്ക് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ലൈസൻസ് വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. NRA ഡെപ്പോസിറ്റ് പേയ്മെന്റ് ബാങ്ക്സിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ പേയ്മെന്റ് ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ് ഇൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. കറക്റ്റ് ആണ്. അതേപോലെ പേയ്മെന്റ് ബാങ്ക്സ് കംസ് അണ്ടർ ദ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ലൈസൻസ് ഗ്രാൻഡഡ് ബൈ RBI. RBI രണ്ട് ലൈസൻസാണ് കൊടുക്കുന്നത്. ഒന്ന് യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസ്, മറ്റൊന്ന് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ലൈസൻസ്. പേയ്മെന്റ് ബാങ്ക്സ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ലൈസൻസിനാണ് വരുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. പേയ്മെന്റ് ബാങ്ക്സിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 109 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഡോക്ടർ നച്ചിക്കേറ്റ് മൂർ കമ്മിറ്റി ഹാസ് റെക്കമെൻഡഡ് സെറ്റിംഗ് ഓഫ് പേയ്മെന്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പേയ്മെന്റ് ബാങ്ക്സ് ഈസ് ടു പ്രൊവൈഡ് ലെൻഡിംഗ് ടു ദ സ്മോൾ ബിസിനസ് ആൻഡ് MSME ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. നേരത്തെ പറഞ്ഞായിരുന്നു പേയ്മെന്റ് ബാങ്ക്സ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ലെൻഡിങ് ചെയ്യുന്നില്ല, ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് റീസെന്റ് ഹൈക്ക് ദ മാക്സിമം ഇൻഡ് ഓഫ് ഡേ ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാങ്ക്സ് ടു 5 lakh to 1 lakh. പേയ്മെന്റ് ബാങ്ക്സിന്റെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉള്ളത് 2 lakhs ആണ്. 2 lakhs ആണ് ഉള്ളത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് 2 lakhs ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 5 lakh to 1 lakh. 1 lakh ന് 2 lakh ആണ് ആക്കിയിട്ടുള്ളത് റീസെന്റ് ആയിട്ട്. 1 lakh to 2 lakh. ക്രെഡിറ്റ് റിസ്ക് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ബാങ്ക്സ് ലോൺസ് നൽകുന്നില്ല, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.